പുതിയ UDF സർക്കാരിന് പഴയ പല കണക്കുകളും തീർക്കാനുണ്ട്. അവയോരോന്നായിട്ട് നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളയിൽ നിന്നും പറഞ്ഞ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നാട്ടുകാരുടെ നെഞ്ചത്ത് നാട്ടിയ ആ മഞ്ഞക്കുറ്റി ഉണ്ടല്ലോ, അതവർ ആദ്യം തന്നെ വലിച്ചു പറിച്ച് കായലിലെറിഞ്ഞു. അതുപോലെ ആശാവർക്കർമാർ അവരുടെ സമരത്തോട് LDF എടുത്ത നിലപാടെന്തായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. കേരളത്തിലെ ജനങ്ങളത് കണ്ടതാണ്. പാവപ്പെട്ട ആശാവർക്കർമാർ അവസാനം ഗതികെട്ടിട്ട് ഈ സമരവേദിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ അവരുടെ മുടി മുണ്ടനം ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമാണ് അവളുടെ മുടിയെന്ന് പറയുന്നത്. അത് വേണ്ടെന്ന് വയ്ക്കുന്ന, അത് ത്യജിക്കുന്ന ഒരു അവസ്ഥയോളം അവർ എത്തിച്ചേർന്നു. അവരെന്ന് വല്ലാതെ അപമാനിക്കപ്പെട്ടു. അതിനുള്ള കണക്ക് കൃത്യമായിട്ട് സതീശൻ സർക്കാർ തീർത്തു കൊടുത്തു. വേതന വർധനവ് അവർക്ക് അനുവദിച്ചു. അതുപോലെയായിരുന്നു ആലപ്പുഴയിൽ നടന്ന വളരെ കുപ്രസിദ്ധമായ ആ രക്ഷാപ്രവർത്തനം. നവകേരള യാത്രയ്ക്കിടയിൽ മുഖ്യമന്ത്രി പിണറായിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന്, കരിങ്കുട്ടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് അതിക്രൂരമായി മർദ്ദിച്ച ആ സംഭവം, അതിൻ്റെ ചിത്രങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അതിൻ്റെ അന്വേഷണം സർക്കാർ അധികാരത്തിലെത്തി മണിക്കൂറുകൾക്കകം ഉത്തരവിട്ടു. അതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇപ്പോഴതിൻ്റെ SITയുടെ റിപ്പോർട്ട്, ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുക. അതിൽ കുടുങ്ങാൻ പോകുന്നത് സാധാരണ ആളുകൾ മാത്രമല്ല. ഒരു അഡീഷണൽ DGP അജിത് കുമാർ, പിണറായിയുടെ കാലത്ത് സർവാധികാരിയായി പോലീസിനെ ഭരിച്ച ആൾ, അദ്ദേഹം എന്താ ചെയ്തത്? ഈ സംഭവം സംബന്ധിച്ച് നേരത്തെ വന്ന ഒരു പോലീസ് റിപ്പോർട്ട് അതങ്ങ് തിരുത്തി. അതായത് മർദ്ദനമഴിച്ചുവിട്ട ഗൺമാന്മാരെ സഹായിക്കുന്ന രീതിയിൽ ആ റിപ്പോർട്ടിനെ അങ്ങ് തിരുത്തി എഴുതി. ഇപ്പോൾ അതിൻ്റെ പേരിൽ കുടുങ്ങാൻ പോവുക. അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വടകര മണ്ഡലത്തിൽ ഖാഫീർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിലിനെതിരായിട്ട് പ്രചരിപ്പിച്ചതാണ്. അതിപ്പോൾ വീണ്ടും പുനരന്വേഷണത്തിലേക്ക് പോവുകയാണ്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുക. അങ്ങനെ ഓരോന്നായിട്ട് തീരേണ്ട കണക്കുകളൊക്കെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇതുപോലെ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് 3 തലത്തിലാണ് നമ്മളതിനെ സമീപിക്കേണ്ടത്. ഒന്ന്, വിശ്വാസത്തിനും ആചാരങ്ങൾക്കും വിരുദ്ധമായിട്ട് അവിടെ യുവതിമാർക്ക് പ്രവേശനം നൽകാമോ? അതിൽ കഴിഞ്ഞ LDF സർക്കാർ എടുത്ത, പിണറായി സർക്കാർ എടുത്ത നിലപാട്, സുപ്രീം കോടതി വിധി സ്ത്രീ പ്രവേശനത്തിന്, യുവതീ പ്രവേശനത്തിന് അനുകൂലമായി വന്നപ്പോൾ യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത നടപടികൾ, അല്ലെങ്കിൽ അതിനെതിരായിട്ട് വിശ്വാസികൾ നടത്തിയ സമരം തകർക്കുന്നതിന് പിണറായി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായിട്ട് ചെറുപ്പക്കാരെ, യുവതികളെ കടത്തരുത് എന്നൊരു അഫിഡാവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നതാണ്. പിന്നീട് വന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ അത് പിൻവലിച്ചു. പകരം വേറെ അഫിഡാവിറ്റ് കൊടുത്തു. അത് യുവതികളെ പ്രവേശിപ്പിക്കാം, അതാണ് സർക്കാരിൻ്റെ നിലപാട് എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതികളുടെ പ്രവേശനം സംബന്ധിച്ച കേസ്. അതിൽ LDF സർക്കാർ അവസാനം ചെറിയ തോതിലൊരു മലക്കം മറിച്ചിലൊക്കെ നടത്തി സ്ത്രീ പ്രവേശനത്തിന് എതിരാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടെടുത്തെങ്കിലും ഇപ്പോഴത്തെ UDF സർക്കാർ അക്കാര്യത്തിൽ വളരെ കൃത്യമായ, കട്ടായമായിട്ടുള്ളൊരു നിലപാടെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത അഫിഡാവിറ്റ്, അതുപോലെ മറ്റൊരു അഫിഡാവിറ്റ് കൊടുക്കുന്നതിൻ്റെ സാധ്യതകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് കൃത്യമായിട്ട് എടുക്കുകയാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന കോടതി നടപടികളിൽ ആ ഒരു നിലപാടായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റേതായിട്ട് ഉണ്ടാവുക. അത് യുവതീ പ്രവേശനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ഗവൺമെൻറ് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെതിരെ ശക്തമായ എതിർപ്പുയർന്നതാണ്. പ്രക്ഷോഭം തെരുവിലേക്ക് വ്യാപിച്ചു. ആ സാഹചര്യത്തിൽ 28,119 പേർക്കെതിരെ 2,624 കേസുകൾ അന്നത്തെ പിണറായി സർക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. ധാരാളം ആളുകൾ ഒരു വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേസിൽ പ്രതികളായി. പക്ഷേ അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാട് ഇപ്പോൾ UDF സർക്കാർ എടുക്കുകയാണ്. അതിൽ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ഒഴികെയുള്ള കേസുകൾ അത് മുഴുവൻ പിൻവലിക്കാനുള്ള ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കോടതികളിലിരിക്കുന്ന ക്രിമിനൽ കേസുകൾ അതിൽ സർക്കാരിൻ്റെ നിലപാടുകൾ എടുക്കാൻ സാധിക്കില്ല. അത് കോടതി വഴിയാണ് അത് ഉണ്ടാവേണ്ടത്. പക്ഷേ സർക്കാരിന് എടുക്കാവുന്ന തീരുമാനങ്ങൾ, ഒഴിവാക്കാവുന്ന കേസുകൾ, നിസ്സാര കുറ്റങ്ങൾക്കുള്ള കേസുകൾ, അതൊക്കെ പിൻവലിക്കാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കം. ഈ കേസുകളൊക്കെ എടുത്തത് സമരത്തെ പൊളിക്കാനായിരുന്നു, അല്ലെങ്കിൽ സമരത്തെ തകർക്കാനായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കുന്നതിന് സർക്കാർ മുന്നോട്ട് വരുന്നു. അതിപ്പോൾ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാര്യം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. പക്ഷേ ക്രിമിനലും സിവിലുമായ നീതി നടത്തിപ്പ് മുഖ്യമന്ത്രിയുടെ ചുമതലയിലായതിനാൽ, അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിലായതിനാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹവുമായി കൂടി ചർച്ച ചെയ്ത് വേണം ഈ കാര്യത്തിലൊരു അവസാന തീരുമാനം എടുക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ താൽപ്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു തീരുമാനം, അത് ഈ സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിള പാളി, അവിടെ നിന്നൊക്കെയുള്ള സ്വർണ്ണങ്ങളൊക്കെ ചില ആളുകൾ, അന്നത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെയൊക്കെ സഹായത്തോടു കൂടി, പിന്തുണയോടുകൂടി അടിച്ചുമാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി, ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കടത്തി. അത് ഉരുക്കി വിറ്റതാണോ അതോ ആ പാളികൾ അപ്പാടെ ആർക്കെങ്കിലും വിറ്റോ? ഇതൊന്നും ഇതുവരെ നടന്ന അന്വേഷണത്തിൽ നിന്ന് തെളിഞ്ഞിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ അന്വേഷണം വേണ്ടത്ര വേഗതയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നീങ്ങിയോ എന്നത് സംശയാസ്പദമാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു വേഗത കുറവുണ്ടായി, അതങ്ങ് മന്ദീഭവിച്ചു. അതുകൊണ്ടെന്താ സംഭവിച്ചത്? 90 ദിവസം കഴിയുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കണം, ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കണം, അല്ലെങ്കിൽ അവരൊക്കെ വളരെ സ്വാഭാവികമായിട്ട് ജാമ്യം വാങ്ങി പുറത്തേക്ക് പോകും. വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. കുറ്റപത്രം സമർപ്പിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമൊക്കെയാണ്. അന്വേഷണം നടത്തുന്നത് കേരള പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരൊക്കെ ഭേദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. എന്തായാലും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ല. അതിനെ തുടർന്ന് പ്രതികളെല്ലാവരും സ്വാഭാവികമായ ജാമ്യം വാങ്ങി പുറത്തേക്ക് പോയി. പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ കേസ് പത്മകുമാറൊക്കെ പോലെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെല്ലാം അങ്ങോട്ട് എത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സ്ഥാനം ഒഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഈ കേസുമായി ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ശക്തമായ തോതിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അവരിലേക്കൊന്നും അന്വേഷണം എത്തിയില്ല. അത് പെട്ടെന്ന് അവിടെ എവിടെയോ ഒരിടത്ത് ഇടിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകണം. ഈ പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണം. ഇതാര് എവിടെ ഈ സ്വർണം കൊണ്ടുപോയി അല്ലെങ്കിൽ വിറ്റഴിച്ചു അല്ലെങ്കിൽ പൂഴ്ത്തി വച്ചിരിക്കുന്നു എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത്. അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും കഴിഞ്ഞ സർക്കാരിന് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന കാര്യത്തിൽ യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ജനങ്ങൾ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത്.
അതിപ്പോൾ UDF നന്നായിട്ടറിയാം, ജനങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് അറിയാം. അതുമാത്രമല്ല, അവർ നേരത്തെ മുതൽ ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകണം, ഇതിലാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ നിയമത്തിൻ്റെ മുൻപിൽ വരണം എന്നുള്ളത്. ഇനിയിപ്പോൾ UDF സർക്കാരിൻ്റെ സമയമാണ്. അവരാണ് ഇനി നടപടികൾ എടുക്കേണ്ടത്. ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷേ എന്താണ് നടപടികൾ ഉണ്ടാവാൻ പോവുക? പറഞ്ഞല്ലോ, ഈ ഹൈക്കോടതിയാണ് ഈ അന്വേഷണം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതൊക്കെ പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ശബരിമലയെ സ്നേഹിക്കുന്ന, ശബരിമല അയ്യപ്പനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേസിലെ തുടർ നടപടികൾ UDF എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് താമസം വിന ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.